5 വെക്കലും ഏത് ബസ്സിലും കയറാം. അല്ല അവിടെ 5 ബിൽഡിങ്ങിന്റെ ഉള്ളില് 5 ബിൽഡിംഗ് ബസ് സ്റ്റോപ്പ് ഉണ്ടാവും. അതിനടുത്ത് 5 ബിൽഡിംഗ് ബസ് സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പൊ അത്രയും ആൾക്കാർക്ക് അത്രയും ബിൽഡിംഗ് വന്നാൽ മതി. അവിടെ എപ്പോഴും ബസ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. സർക്കാരിന്റെ ബസ് അതിന് നമ്പറും ഉണ്ടാവും. ആ ബസ് നമ്പർ തന്നെ കയറി അവിടെ ഇറങ്ങാം. ഓരോ ദിവസം കൊണ്ട് കുറച്ചില്ല നമ്മളാൾക്കാരൊക്കെ ഒറ്റ ദിവസം 2 ദിവസം കൊണ്ടൊക്കെ മനസ്സിലാവൂല. ഈ റോഡ് നേരെ പോയ താഴ്ചക്കാണ്. ചുരം കയറി ഇപ്പോൾ റോഡ് ബസ് പോകില്ല. ചെറിയ വണ്ടിയുടെ പോവാ, ചുരം കയറ്റാൻ പോവാ. ബസ് പോകുന്ന റോഡ് വേറെ, താഴ്ചക്ക് വേറെ റോഡ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അറഫ. ഹജ്ജ് നമ്മളിപ്പോ ഹാജിമാർക്ക് 4 പൈസ പാക്കറ്റൊക്കെ വരുമല്ലോ, അവർക്ക് വരണ്ട. ഹജ്ജ് മൊത്തത്തിൽ 6 ദിവസം ഹജ്ജ് തീർക്കാൻ കഴിയും. 6 ദിവസം മതി ഹജ്ജ്. നമ്മൾ 4 പൈസ പാക്കറ്റ് വന്നാൽ ഉംറക്കാർ പോലെ പക്കത്ത് പോവുക, അറമ്മക്ക് പോവുക, ഉംറ ചെയ്യുക, ത്വാഫ് ചെയ്യുക, ഇങ്ങനെ നിൽക്കും. പിന്നെ മദീന പോവുകയൊക്കെയാണ്. കറക്റ്റ് ഹജ്ജ് തീർക്കാൻ 6 ദിവസം മതി. അപ്പോൾ മദീനത്ത് ആദ്യം ദുൽഖഅദ് 25 വരെയൊക്കെ ഹാജിമാർ മക്കത്ത് നിൽക്കും. 25 കഴിഞ്ഞാൽ 25നോ 24, 26 മദീനത്ത് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ദുൽഹിജ്ജ 5, 6 മദീനത്ത് പോലും ചെയ്യാം. അപ്പോൾ മദീനത്ത് വരുമ്പോൾ അവിടുത്തെ മീഖാത്ത് ഇഹ്റാം ചെയ്ത് വരും ഹാജിമാർ. അങ്ങനെ മക്കത്തേക്ക് എല്ലാവരും എത്തും. മക്കത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മക്കത്തേക്ക് ഹാജിമാർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ റൂമിൽ എത്തിയിട്ട് ഇഹ്റാമിലുണ്ടാകും, ഹജ്ജിന്റെ ഇഹ്റാമിൽ. എന്നിട്ട് മീനായിലേക്ക് 8 പോവാം. അപ്പോൾ 7നോ 6 എത്തിക്കഴിഞ്ഞാൽ അറമിലൊന്ന് പോയിട്ട് തവാഫ് ചെയ്യും. ആദ്യം തവാഫ് കുദൂമാണ്, സ്റ്റാർട്ടിങ് തവാഫ്. അത് നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ. ഹജ്ജിന് ഇഹ്റാം കെട്ടിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തവാഫ് ചെയ്യാം. സാധാരണ ഹറമിലേക്ക് പ്രവേശിച്ചാൽ മക്കത്തെ ഹറമിലെ പ്രത്യേകത എന്താണ്, മക്കത്തേക്ക് ഹറമിലേക്ക് വന്നാൽ സാധാരണ പള്ളിക്കാരാണ്ട് സുന്നത്തുണ്ടാവും അല്ലേ, പള്ളിക്കാരാണ്ട് സുന്നത്തിരിക്കും. പിന്നെ ഹറമിലേക്ക് മക്കത്തേക്ക് വന്നാൽ അങ്ങനെയല്ല, സുന്നത്തിലാറ് നല്ല എന്താണ്, നേരെ തവാഫ് ചെയ്യലാണ്. ആദ്യം നേരെ തവാഫ് ചെയ്യലാണ്. അപ്പോൾ അതുപോലെ ഹജ്ജ് തുടങ്ങുമ്പോൾ സുന്നത്തിന് പകരം തവാഫ് ചെയ്യാം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ തവാഫ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, തവാഫിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഹജ്ജിന് ഇഹ്റാമിലാണുള്ളത്. അപ്പൊ തവാഫിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഹജ്ജിന്റെ സൈഡിലും തീർക്കാം. ഹജ്ജിന്റെ സൈൻ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പൊ അതുകൊണ്ട് തീർക്കാൻ പറ്റും. സൗകര്യപ്പെട്ടാവും ചെയ്യാം, ഹജ്ജിന് സൈൻ ചെയ്യാം. എന്നിട്ട് റൂമിൽ നിന്ന് 8 രാവിലെ മിനയിലേക്ക് വരാം. ഈ 8 സ്റ്റാർട്ട് ചെയ്തു. 8 രാവിലെ മിനയിലേക്ക് വരാം. മിനയിൽ വന്നിട്ട് അന്ന് രാത്രി മിനയിൽ താമസിക്കാം. അപ്പൊ നമ്മളെ ബാഗും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ചെറിയ ബാഗ് എടുക്കലാരും അതൊക്കെ നമ്മൾ മിനയിൽ ടെന്റ് ഉണ്ടാവും. ആ ടെന്റ് വെക്കുക, നമ്മുടെ സ്ഥലത്ത് വെക്കുക. അപ്പൊ നമുക്ക് സ്പേസ് ആയി, നമ്മുടെ സ്ഥലം അവിടെ ആയി. 8 അവിടെ നിന്നിട്ട് അത് സുന്നത്ത് കിട്ടും. 8 നിന്നിട്ട് ഹജ്ജ് കിട്ടും. 8 മിനയിലേക്ക് പോകാൻ ഹജ്ജ് കിട്ടും, സുന്നത്താണ്. പക്ഷേ അതിന്റെ പൂർണ്ണമായ രൂപം 8 മിനയിലേക്ക് വന്നിട്ട് മിനയിൽ താമസിച്ച് 9 രാവിലെ മിനയിൽ നിന്ന് അറഫയിലേക്ക് പോരാ. അപ്പൊ നമ്മൾ ബാഗ് അവിടെ വെച്ചാൽ മതി, പിന്നെ തിരിച്ചങ്ങോട്ട് ചെല്ലും. അപ്പൊ വേഗം മിനയിൽ വെച്ചിട്ട് മിനയിൽ നിന്ന് അറഫയിലേക്ക് 9 രാവിലെ പോരും. ആ ബസ്സിൽ പോരുന്നുണ്ടാവും, ട്രെയിനിന് വരുന്നുണ്ടാവും, നടന്നു വരുന്നവരുണ്ടാവും. എങ്ങനെ വന്നാലും ഉച്ച ആകുമ്പോഴേക്കും അറഫയിലേക്ക് എത്താം. ചിലപ്പോൾ വൈകിട്ടെത്തും, ബസ്സൊക്കെ ട്രാഫിക് വൈകിട്ട് നടന്നു കട്ടെത്തി. അങ്ങനെ ഉച്ച ആകുമ്പോഴേക്കും അറഫയിലെത്തി. ഇതുപോലെ 9 നാട്ടിലെന്താ ഉണ്ടാവുക, നാട്ടിൽ പെരുന്നാളാവില്ല, നോമ്പുണ്ടാവും, ഹജ്ജിന് നോമ്പുണ്ടാവും. ആ ഹജ്ജ് നോമ്പ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അറഫയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടി സമയമാണ്. അതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് നമ്മൾ നോമ്പ് വെക്കുന്നത്. അവരത്രയും വലിയ വിഭാഗത്താണ് നടത്തുന്നത് ഹജ്ജ്. അപ്പം അറഫയിലേക്ക് ളുഹറിൽ എത്തിക്കഴിഞ്ഞ് ളുഹർ മുതൽ മഗ്‌രിബ് വരെ അറഫയുടെ സമയം. അറഫ രാത്രി നിൽക്കില്ല. 8 രാത്രി മിനയിരുന്നു, രാവിലെ അവിടെ പോകുന്നത് ളുഹറിനോട് എത്തി. ളുഹർ മുതൽ മഗ്‌രിബ് വരെ അറഫയുടെ സമയം. മഗ്‌രിബ് വരെ ആകുമ്പോൾ ളുഹർക്ക് അറഫയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹാജിമാരെല്ലാവരും ളുഹറും അസ്റും ജമാ നിസ്കരിക്കും.